കർത്താവായ യേശു ക്രിസ്തു ആദ്യം പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ തന്നെ ദൈവരാജ്യം സംജാതമായി കഴിഞ്ഞു. യേശു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിൻ്റെ മകനായ ആദാം ദൈവവചനം ലംഘിച്ചപ്പോൾ അവൻ പാപിയായി പിശാചിൻ്റെ അടിമയായി തീർന്നു. അവൻ മുഖാന്തരം മാനവരാശി മുഴുവനും പാപികളായി പിശാചിൻ്റെ അടിമത്വത്തിൽ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാനവരാശിയെ തൻ്റെ ക്രൂശ് മരണത്താൽ വീണ്ടെടുത്ത് വീണ്ടും ദൈവമക്കളാക്കി തീർത്ത് ദൈവരാജ്യത്തിലെ അവകാശികളാക്കി മാറ്റുവാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ദൈവരാജ്യത്തിലെ പൗരത്വം ഉറപ്പുവരുത്തുക. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും